പി ആർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ ഉണ്ടായിരുന്നില്ലേ. പി ആർ ഇല്ലാത്ത കാരണമല്ല നമ്മൾ പുറത്തേക്ക് വന്നത്. അനുമോളടുത്ത് ഐ ലവ് യു അനുമോളിലൊക്കെ പറഞ്ഞായിരുന്നു. അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അനുമോളും കുറച്ചുകൂടി അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആരും അങ്ങനത്തെ ഒരു പയ്യനല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടുവാണെങ്കിൽ നന്നായിട്ടും ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോ ഈ നമ്മളെ ഈ പി ആർ ഗെയിംസോ വോട്ട്സോ അങ്ങനെ എന്തോ നമുക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ അവൻ ഓണസ്റ്റ് ആയിട്ട് അവൻ കളിച്ചു പോയി. അവൻ എന്താണ് അവൻ അവിടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തു. റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി ആണ് കാണിക്കേണ്ടത്. ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പാർട്ട് ഓഫ് ലൈഫ്. ഒരു അലിഗേഷൻ വരുന്ന പി ആറിന് കൊടുത്ത പൈസ കുറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പി ആർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ ഉണ്ടായിരുന്നില്ലേ. പി ആർ ഇല്ലാത്ത കാരണമല്ല നമ്മൾ പുറത്തേക്ക് വന്നത്. അനീഷോ എനിക്ക് എല്ലാവരുടെ ഒരു അങ്ങനെ എല്ലാവരും അടിപൊളി, എല്ലാവരും ഗെയിമല്ല കളിക്കുന്നത്. അവർ ചിലപ്പോ പുറത്ത് വേറെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, ഗെയിമിന്റെ അകത്തൊരു വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും. അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. താങ്ക് യു മൊത്തത്തിൽ ബിഗ് ബോസ് ഒരു പി ആറിന്റെ കളിയായിട്ട് മാറിയോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ്. ഇത് നമ്മള് ഡ്രാമ കളി അല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാ. നമ്മൾ സൈക്കോളജിക്കലി 100 ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി, ഒരു മെന്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം. അത് അത്ര ഡിഫിക്കൽട്ടായിട്ട്, അത്ര മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരാണ് ജയിക്കുന്നത് ശരിക്കും. അപ്പൊ ഇതൊരു ഫെയർ ഗെയിം ആണ് ഞാൻ വിചാരിക്കുന്നത്. ഫെയർ ഇല്ലായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മളുള്ള കാര്യങ്ങൾ, കയ്യിലുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഈ ഫെയർ ഗെയിമിൽ ആര്യന്റെ അൺഫെയർ ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അത് ആൾക്കാരുടെ ഒരു അഭിപ്രായമായിരിക്കും. നമ്മളൊരു റോ അൺഫിൽറ്റർഡ് ആയിട്ട് എന്റെ അനിയൻ എങ്ങനെയാണ് അതുപോലെ കണ്ടത്. ഈ ഫേസ് ഗെയിമേഴ്സ് അവിടെ അകത്ത് നിൽക്കുമ്പോൾ ആരും പുറത്താകുന്നതിനെ പറ്റി എന്താ? ഫേക്ക് ഗെയിമേഴ്സ് ആരാന്ന് എനിക്ക് അറിയില്ല. ഫേക്ക് അല്ല, സേഫ് ഗെയിമേഴ്സ്. സേഫ് ആയിട്ട് കളിക്കുന്നത്. ഇതിൽ സത്യം പറഞ്ഞാൽ സേഫ് അൺസേഫ് ഒന്നും ഇല്ല. ചിലവേറെ സ്ട്രാറ്റജി ആയിരിക്കും. ഞാൻ നൈസായിട്ട് നിൽക്കാം, ഈവൻ ആയിട്ട് നിൽക്കാം, അതായിരിക്കും. ചിലവേര് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി. ഇപ്പോ സത്യം പറഞ്ഞാൽ അനുമോളും കുറച്ചുകൂടി അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആരും അങ്ങനത്തെ ഒരു പയ്യനല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനുമോളടുത്ത് ഐ ലവ് യു അനുമോളിലൊക്കെ പറഞ്ഞായിരുന്നു. അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും. ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷനായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. അതുപോലെ ഞാനാണ് എല്ലാ കണ്ടസ്റ്റൻസിനും സ്നേഹിക്കുന്ന ആളാ. അങ്ങനെ പ്രത്യേക അനുമോളായിട്ടൊന്നും ഇല്ല. എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല. അവര് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കളിക്കട്ടെ. ജയിക്കൊരു ഗെയിം അല്ലേ. ചിലർ ജയിക്കും, ചിലർ തോക്കും. ആര്യനെതിരെയും വിമൺ കാർഡ് ഇറക്കുന്നുണ്ടല്ലോ. വിമൺ കാർഡ്, ജെൻഡർ കാർഡ് ഇറക്കിയായിരുന്നല്ലോ. ആ ജെൻഡർ കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും, ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചിലപ്പോൾ ആൾക്കാർ കളിക്കും. ആണുങ്ങളും കളിക്കുന്നുണ്ട്, ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട്. ചില ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ കമന്റ് ഉൾപ്പെടെ പി ആർ ഏറ്റെടുത്ത് പി ആറിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞ. ഞാൻ ഇറങ്ങട്ടെ ഗൈസ്, താങ്ക് യു. എനിക്ക് തോന്നുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവനിപ്പോ വരും, നമുക്ക് അവനോട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു. ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ടോപ്പ് 5 ആര്യൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവർക്കൊരു അവസ്ഥ പറ്റിയ സത്യമായിട്ടും ഇല്ല അതില് ശരിയാണ്. അതില് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ എലക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി പോകേണ്ടതായിരുന്നു ആളാണ്. അതെ, നൂറ് എനിക്ക് തോന്നുന്നു നൂറയുടെ ഒരു പെർഫോമൻസ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതില് ഈ ഒരു സീസണിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയണത് ജെൻഡർ കാർഡ് എടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഈ ഒരു ഹൗസിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാലോ എങ്ങനെയൊക്കെ ഗെയിം കളിക്കണം, എന്തൊക്കെ ഫിസിക്കൽ ഗെയിംസ് വരും, ആരൊക്കെ എങ്ങനെയൊക്കെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറുന്നത്. എന്നിട്ടും ആ ഒരു രീതിയിൽ കാർഡ് എടുക്കുന്നു. അല്ല, ക്ലേയില് കിടന്ന സമയത്തും ഈ പറഞ്ഞ പോലെ അനുമോള് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് ശരിക്കും പറഞ്ഞ ഗെയിം എന്താണെന്ന് ചില സമയത്ത് അറിയാൻ പറ്റാതെ വരാറുണ്ട്. അതുപോലെ തന്നെ ഗെയിം മനസ്സിലാക്കി കളിക്കാത്ത ഒരാളും കൂടിയാണ്. പി ആർ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഉണ്ട്, അതിന്റെ ഇതിലാണ്. അങ്ങനെയൊക്കെ എന്നാലും ആള് പി ആറിലാണ് നിക്കണത്. ഭയങ്കര അൺഫെയർ ആണ്. ഇപ്പോഴൊന്നും പറഞ്ഞു വിടേണ്ട ഒരാളല്ല.
ടോപ്പ് 5 കയറേണ്ട ഒരാളാണ്.